എല്ലാ ജില്ലകളിലെ പോലെ പാലക്കാടും ഇത്തരത്തിൽ പ്രതിസന്ധി നേരിടുകയാണ്. കാരണം വാണിജ്യ സിലിണ്ടർ ഇല്ലാതെ ഒരിക്കലും അതായത് വലിയ കാറ്ററിംഗ് സർവീസിന് അവർക്ക് തുടർന്ന് പോകാൻ കഴിയില്ല. കാരണം ഓർഡറുകൾ നഷ്ടപ്പെട്ടേക്കും. കാരണം ഇത്രയും 100 അല്ലെങ്കിൽ 500 പേർക്കൊക്കെ ഭക്ഷണം പാചകം ചെയ്യണമെങ്കിൽ അതിന് വാണിജ്യ സിലിണ്ടറും മറ്റും സംവിധാനങ്ങൾ തീരെ അത് അല്ലെങ്കിൽ അതിൻ്റെ അടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഇവർക്ക് ഇത് അടുപ്പിലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനത്തിൽ ഇത് പാചകം ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളോടൊപ്പം ശ്രുതി കാറ്ററിംഗ് സർവീസിന്റെ ഉടമ CV സതീഷ് ചേരുന്നുണ്ട്. ചേട്ടാ, ഇപ്പോൾ ഈ ഓർഡറൊക്കെ കിട്ടുമ്പോൾ കല്യാണം അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടി അത്തരത്തിലുള്ള ഓർഡറൊക്കെ കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് ഈ വാണിജ്യ സിലിണ്ടറിന് ഇപ്പോൾ ഒരു ക്ഷാമം മൂലം അത് ഓർഡർ എടുക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇന്ന് ഞങ്ങൾക്ക് ഓർഡർ ഉള്ളതാണ്. ഞങ്ങൾ ഒഴിവാക്കുകയാണ്. നിരവധി ചെറിയ ചെറിയ ഓർഡറുകൾ വരുമ്പോൾ ഒഴിവാക്കുകയാണ്. അതല്ലത് മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ വിവാഹങ്ങളും മറ്റ് ഫംഗ്ഷനുകളും ഓർഡർ എടുത്തതാണ്. അത് 6 മാസം മുമ്പ് ഒരു ഇലയ്ക്ക് ഒരു 180 രൂപ എമൗണ്ടിലാണ് സദ്യ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതേ റേറ്റ് നമുക്കിപ്പോൾ നടത്താൻ കഴിയുള്ളൂ. പക്ഷേ ആ റേറ്റിനെ നടത്തി കഴിഞ്ഞാൽ വൻ തിരിച്ചടിയാണ്. കാരണം സത്യത്തിൽ ഈ 2020-2023 കോവിഡിന് ശേഷം ഈ രംഗം ഒന്ന് തിരിച്ചു വന്നതാണ്. അപ്പോഴേക്കാണ് ഈ ഗ്യാസിനെ വല്ലാത്തൊരു തിരിച്ചടി. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇന്നിപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അന്ന് UPA ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത്, രാഷ്ട്രീയം പറയല്ല, ആ കാലഘട്ടത്തിൽ ഇവർ വല്ലാതെ ഈ ഗ്യാസ് വില വർധനയിൽ പ്രതിഷേധിച്ച് സമരം ചെയ്ത ആൾക്കാരാണ്. ഇപ്പം ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല. മാത്രമല്ല, ഈ രാജ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് നിയന്ത്രിക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് സത്യത്തിൽ പ്രധാനമന്ത്രി മൗനം പടിഞ്ഞ് ഇതിന് പരിഹാരം കാണണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വിറകിൽ നമുക്ക് കത്തിക്കാമെങ്കിലും വിറക് പേട്ടകൾ ഇപ്പോൾ പണ്ട് ധാരാളം വിറക് പേട്ടകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പോൾ സമീപത്ത് എവിടെയില്ല. ആകെ ടൗണിൽ, പാലക്കാട് ടൗണിനകത്ത് 2-3 വിറക് പേട്ടകൾ. അത് ആവശ്യത്തിന് നമുക്ക് വിറക് കിട്ടുന്നില്ല. കിട്ടിയാൽ തന്നെ ഇനിയിപ്പോൾ ഇന്നത്തെ പാചകക്കാരൊന്നും വിറകിലേക്ക് പോകില്ല. ഈ അത്യാവശ്യം വല്ല പാലട, അതുപോലെ ചോറ്, ഇതൊക്കെ നമുക്ക് വിറകിൽ വയ്ക്കുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോൾ ഗ്യാസിലാണ്. ഇപ്പോൾ ഗ്യാസ് കിട്ടാനുമില്ല. ഇനിയിപ്പോൾ കിട്ടുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ വില വല്ലാത്തൊരവസ്ഥ. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. മിനിമം 2000-3000 രൂപയുടെ വ്യത്യാസമാണ് ഗ്യാസിലൂടെ നമുക്കൊരു ദിവസം അമിതഭാരം വരുന്നത്. അതുകൊണ്ട് ഈ ഞങ്ങൾ പരമാവധി ഓർഡറുകളും കുറച്ചുകൊണ്ടിരിക്കുക. SKN 2 തരത്തിലാണ് ഇവർക്ക് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ വാണിജ്യ സിലിണ്ടറിന്റെ വില വർധനയും അതുപോലെ തന്നെ ഈ വാണിജ്യ സിലിണ്ടർ കിട്ടാതിരിക്കുകയും ഇതിന്റെ ക്ഷാമവും ഇവർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഈ മേഖലയ്ക്ക് തന്നെ. കാരണം ഈ ഇത്രയും വാണിജ്യ സിലിണ്ടറുകൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇതൊക്കെയാണ് ഇവർ ഈ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്.